എല്ലാവർക്കും സുഖല്ലേ? വെൽക്കം ടു സജനാസ് കിച്ചൻ. ബീഫും ബ്രെഡും വെച്ചിട്ട് ഒരു ടേസ്റ്റി സ്പൈസി പോളൻ്റെ റെസിപ്പിയുമായാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ഉണ്ടെങ്കിൽ വെറും ഒരു 10 മിനിറ്റിൽ ഈസിയായി റെഡിയാക്കാം. എത്ര കഴിച്ചാലും മതിയാവില്ല. പിന്നെ ഇതിൻ്റെ ബേസായിട്ട് നമ്മൾ കൊടുക്കുന്നത് ബ്രെഡാണ്. എല്ലാവരുടെ വീടുകളിലും ബ്രെഡ് ഉണ്ടാവും അല്ലേ? അപ്പോൾ ബീഫും ബ്രെഡും വെച്ചിട്ട് എങ്ങനെ ടേസ്റ്റിൽ പോള റെഡിയാക്കുന്നത് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ കുഞ്ഞു ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യണേ. എങ്കിലേ ഞാടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ ബീഫ് പോള ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം തന്നെ നമുക്കൊരു മിക്സിയുടെ ജാർ എടുക്കാം. ഇതിലോട്ടേക്ക് ഓൾറെഡി വേവിച്ച് വെച്ചുള്ള ബീഫാണിത്. ഉപ്പും കുരുമുളകും മാത്രമേ ഇട്ടിട്ടുള്ളൂ. ആ വേവിച്ച് വെച്ചുള്ള ബീഫ് നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. പേസ്റ്റ് പോലെ അരക്കേണ്ട. ക്രഷ് ചെയ്ത് വെച്ചിട്ട് നമ്മുടെ ബീഫ് ഇവിടെ മാറ്റി വെക്കാം. ഇനി നമുക്ക് മസാല ഉണ്ടാക്കാൻ വേണ്ടി ഒരു പാൻ എടുക്കാം. പാൻ നന്നായിട്ട് ചൂടാകുമ്പോൾ ഇതിലോട്ടേക്ക് 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലും കൂടി നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഇതിലോട്ടേക്ക് 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി പേസ്റ്റ് ആയാലും കുഴപ്പമൊന്നുമില്ല. ഇതിന് നന്നായിട്ടൊരു എണ്ണയിൽ കിടന്ന് നന്നായിട്ടൊരു മൂത്തിട്ട് നല്ലൊരു മണം വരണം. അതുവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പം നന്നായിട്ട് തന്നെ വഴറ്റി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് എത്രയാണോ എരിവിന് പച്ചമുളക് ചേർത്ത് കൊടുക്കേണ്ടത് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ എരിവുള്ള നല്ലൊരു പച്ചമുളകാണ് ചേർത്തിട്ടുള്ളത്. അതുകൊണ്ടാണിപ്പോൾ ഒന്ന് മാത്രം ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നല്ല മണത്തിനൊന്ന് വഴറ്റി കൊടുക്കുക. ഇതെല്ലാം കൂടി ഈ ഒരു എണ്ണയിൽ കിടന്ന് നല്ല മൂത്തിട്ടുള്ള നല്ലൊരു മണം വരണം. അതുവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലോട്ടേക്ക് മീഡിയം സൈസ് വരുന്ന ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. ഒരു സവാള മാത്രം മതിയാവും കേട്ടോ. ചെറുതായിട്ട് അരിയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സവാളയും കൂടി ചേർത്തിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇതിനാവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. നമ്മുടെ സവാള നല്ല വണ്ണത്തിൽ ഒന്ന് വാടി വരണം. എന്നിട്ട് നന്നായിട്ടൊരു കളർ ചേഞ്ചായി വരണം. അതുവരെ നല്ല വണ്ണത്തിൽ ഒന്ന് വഴറ്റി കൊടുക്കുക. സവാള വാടാതെ നമ്മൾ ഇതിലേക്ക് ബീഫും പൊടികളൊന്നും ചേർത്ത് കൊടുക്കാൻ പാടില്ല. അപ്പോൾ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല നമുക്ക് പോളക്ക്. ഇപ്പോൾ കണ്ടില്ലേ, നമ്മൾ സവാളയ്ക്ക് നല്ല വണ്ണം തന്നെ വാടിയിട്ട് ഒരു ലൈറ്റ് ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട്. ഒരു കളർ ചേഞ്ചായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ലോ ഫ്ലെയിമിലാക്കിയിട്ട് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ 1 ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി, 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ. ഇത്രയും ചേർത്തിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. നമ്മളിത് ചേർത്തിട്ടുള്ള പൊടികളുടെയൊക്കെ ഒരു പച്ചമണം മാറുന്നവരെ നല്ല വണ്ണത്തിനൊന്ന് വഴറ്റി കൊടുക്കുക. ഏകദേശം 1-2 മിനിറ്റോളം വഴറ്റി കൊടുക്കുക. അപ്പോൾ നമ്മൾ പൊടികളൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഇവിടെ വഴറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് നമുക്ക് ബീഫാണ് ചേർത്ത് കൊടുക്കേണ്ടത്. നമ്മൾ ആദ്യം ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ബീഫ് ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കാം. ബീഫും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. നമ്മുടെ ബീഫും മസാലയും എല്ലാം കൂടി നല്ല വണ്ണം തന്നെ യോജിച്ച് വരണം. എന്നിട്ട് ഈ ബീഫ് നന്നായിട്ടൊന്ന് മുരിയിച്ചിട്ട് എടുക്കണം. അങ്ങനെയാകുമ്പോൾ നമ്മുടെ പോളയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാകും. അപ്പോൾ ഇതുപോലെ 1-2 മിനിറ്റോളം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി 1 മിനിറ്റ് നമുക്കൊന്ന് അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ ബീഫും മസാലയും എല്ലാം കൂടി നല്ല വണ്ണം തന്നെ കമ്പൈൻ ചെയ്ത് വരും. അതിനുശേഷം ഇതിലോട്ടേക്ക് ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. മല്ലിയിലയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് വഴറ്റി കൊടുക്കുക. നിങ്ങൾക്ക് ഈ ഒരു സ്റ്റേജ് മതിയെങ്കിൽ, അതായത് കൂടുതൽ വഴറ്റുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ നിങ്ങൾക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. ഞാനിപ്പോൾ ബീഫ് കുറച്ചും കൂടി നല്ല വണ്ണം മൊരിയിച്ചിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെയാകുമ്പോൾ നമ്മുടെ ഒരു പോളയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ മല്ലിയിലയും കൂടി ചേർത്തിട്ട് 1-2 മിനിറ്റോളം നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഇപ്പോൾ ഏകദേശം നന്നായിട്ട് തന്നെ 1-2 മിനിറ്റോളം നന്നായിട്ട് വഴറ്റി കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ വഴറ്റുന്നതനുസരിച്ച് നമ്മൾ ചേർത്തിട്ടുള്ള ബീഫ് നല്ല വണ്ണം മൊരിഞ്ഞ് വരും. നമ്മൾ ചേർത്തിട്ടുള്ള സവാളയും എല്ലാം കൂടി നന്നായിട്ട് മിക്സായി വന്നിട്ട് നമുക്കിത് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് പോളക്കുള്ള ബേസ് റെഡിയാക്കാം. ആദ്യം തന്നെ നമുക്കൊരു മിക്സിയുടെ ജാർ എടുക്കാം. ഇതിലോട്ടേക്ക് 2 മുട്ട ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 2 പീസ് ബ്രെഡും കൂടി ചേർത്ത് കൊടുക്കാം. 2 മുട്ടയ്ക്ക് 2 ബ്രെഡാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. ബ്രെഡ് ചേർക്കുമ്പോൾ ഇതിൻ്റെ സൈഡ് ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്യാൻ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. എന്നിട്ട് കൈ വെച്ചിട്ട് ഇതുപോലെ നമുക്ക് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന മുട്ടയ്ക്ക് അനുസരിച്ച് ബ്രെഡ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരു മുട്ടയ്ക്ക് ഒരു ബ്രെഡിൻ്റെ കണക്കിലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ എല്ലാതും തന്നെ കൈ വെച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലൊട്ടേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊരു സ്മൂത്തായിട്ട് അടിച്ചെടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ നമ്മുടെ ബാറ്ററി ഇരിക്കുന്നത്. അപ്പോൾ നമ്മളെ പോളയ്ക്കുള്ള ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് മാറ്റി വെക്കാം. ഇനി പോള ഉണ്ടാക്കി തുടങ്ങാം. നമുക്കൊരു പാൻ വെക്കാം. പാൻ നന്നായിട്ട് ചൂടാകുമ്പോൾ ഇതിലോട്ടേക്ക് 1 ടീസ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കാം.
നെയ്യ് എന്നിട്ട് ഇതിൻ്റെ എല്ലാ ഭാഗത്തോട്ടേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ പാനിൻ്റെ എല്ലാ ഭാഗത്തോട്ടേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ആദ്യം തയ്യാറാക്കില്ല നമ്മുടെ ബ്രെഡും മുട്ടയും ചേർന്ന് മിക്സ് ഇതിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതാണ് നമ്മൾ ബേസായിട്ട് നമ്മൾ കൊടുക്കുന്നത്. ആ മിക്സ് നന്നായിട്ടൊന്ന് എല്ലാ ഭാഗത്തോട്ടേക്കും പാനിൻ്റെ എല്ലാ ഭാഗത്തോട്ടേക്കും ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ഇപ്പോൾ തയ്യാറാക്കിയുള്ള നമ്മുടെ ബീഫ് മസാല വെച്ച് കൊടുക്കുക. അപ്പോൾ നിറയെ ബീഫ് മസാല വെച്ച് കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ തയ്യാറാക്കിയുള്ള ബീഫ് മസാല ഒരു പോളയ്ക്കുള്ള അളവാണ് കേട്ടോ. അപ്പോൾ ഒഴിവുള്ള ഭാഗത്തെല്ലാം തന്നെ നമ്മൾ ബീഫ് മസാല വെച്ച് കവർ ചെയ്ത് കൊടുക്കുക. കഴിയുന്നതും എല്ലാ ഭാഗത്തോട്ടേക്കൊന്ന് വെച്ച് കൊടുക്കുക. നിറയെ മസാല വെച്ച് കൊടുത്താൽ മാത്രമേ നമുക്ക് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇതിൻ്റെ മുകളിൽ ഫൈനലായിട്ട് ഒരു ഇത്തിരി മല്ലിയില ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു തക്കാളി ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. ഭംഗിക്ക് വേണ്ടി മാത്രമാണ് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിവിടെ അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. കൂടുതൽ സമയം വേണ്ട. നമ്മളിതിൽ ചേർത്തിട്ടുള്ള ബ്രെഡും മുട്ടയും കുക്കാവുന്ന സമയം മാത്രമേ വേണ്ടൂ. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ലോ ഫ്ലെയിമിൽ തന്നെ വെക്കുക. ഫ്ലെയിം കൂട്ടിക്കഴിഞ്ഞാൽ അടിഭാഗം പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ഏകദേശം ഒരു 10 മിനിറ്റ് മാത്രമേ വേണ്ടൂ. ഇപ്പോൾ കണ്ടില്ലേ, നമ്മളെ പോള നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് പോള റെഡി ആയിട്ടുണ്ട്. ബീഫും ബ്രെഡും മുട്ടയും ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ റെഡിയാക്കി നോക്കൂ. നല്ല ടേസ്റ്റിയാണ്. പിന്നെ പെട്ടെന്ന് ഗസ്റ്റ് വരുമ്പോഴും ഈവനിങ് സ്നാക്കായിട്ടൊക്കെ നമുക്കിത് ഈസിയായി റെഡിയാക്കാം. കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്കാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. കൂടെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇൻഷാ അല്ലാഹ് ഇതുപോലത്തെ വെറൈറ്റി റെസിപ്പീസുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു. ബൈ ബൈ.